ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. രാമായണ പാരായണത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് സംസാരിക്കാം എന്ന് കരുതുന്നു. ഈ ഒരു മാസം, കർക്കിടക മാസം, കാർമിക് ക്ലിയറൻസ് നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ കാർമിക്സ് എത്രത്തോളം ശക്തരാണോ അതിനനുസരിച്ച് അവർ റിലീസായി പോകാതെ ശാരീരികമായും മാനസികമായും ആത്മീയമായും അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള അറ്റാക്സിൽ നിന്നും നിങ്ങൾക്കൊരു കവചമായിട്ട് ഈ രാമായണ പാരായണത്തിലൂടെ ലഭിക്കുന്ന ആ ഒരു എനർജി നിങ്ങളെ സഹായിക്കും. അല്ലാതെ തന്നെ ഒരു ട്വിൻ ഫ്ലെയിം അല്ലാത്തൊരു വ്യക്തിക്ക് പോലും രാമായണ പാരായണം ഒരുപാട് ബെനിഫിറ്റ്സ് നൽകുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ അയാൾക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങളെ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും അയാൾക്ക് ഹിതകരമായ കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഭഗവാൻ സഹായിക്കും. അത് നമുക്കും ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതായിരിക്കും. മാനസികമായിട്ടുള്ള സങ്കടങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെയും മുക്തി നേടാനായിട്ട് സാധിക്കും. നമുക്കൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പരീക്ഷണങ്ങളുണ്ടാകും, വെല്ലുവിളികളുണ്ടാകും. അവയൊക്കെയും ഈ വഴിയിൽ അതിജീവിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെയും മുന്നിൽ കണ്ടുകൊണ്ട് എനിക്ക് മുന്നേറണം എന്ന ദൃഢവിശ്വാസത്തോടു കൂടി നിങ്ങൾ പാരായണം ചെയ്തു തുടങ്ങുക. ഇന്ന് കർക്കിടകം 7 എന്നിട്ട് കൂടി ഞാൻ ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ ഷോർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കാം. അത് കഴിഞ്ഞ വീഡിയോയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ആ ഒരു 31 ദിവസത്തെയും അവർ പാരായണം ചെയ്തിട്ടിട്ടുണ്ട്. അതിങ്ങനെ നിങ്ങൾ കേൾക്കുക. ഓക്കെ, രാമായണമുള്ളവർ അതും കൂടെ എടുത്ത് വെച്ചിട്ട് ഇത് ഇവർ ചൊല്ലിയിട്ടിരിക്കുന്നത് കേൾക്കുക. നമുക്ക് മിക്കവാറും എല്ലാവർക്കും പാരായണം ചെയ്യാൻ അറിയില്ലായിരിക്കും. അവർ ചൊല്ലിയിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് തെറ്റുകൂടാതെ അത് ഒപ്പം ചൊല്ലാനായിട്ട് സാധിക്കും. നിങ്ങൾ ഫോണിലൊരു PDF എടുക്കുക, അല്ലെങ്കിൽ രാമായണമില്ലാത്തവർ ഫോണിലൊരു PDF കൂടി എടുത്തിട്ട് ഈ ഒരു പാരായണവും കൂടി കേട്ട് കൂടെ പാരായണം ചെയ്യാം. ഇപ്പോൾ കർക്കിടകം 7 ആയതുകൊണ്ട് ഈ 7 ദിവസത്തെ നിങ്ങൾക്ക് ഡ്യൂ ഉണ്ട്. അതും കൂടി ചേർത്ത് ഈ 31-നുള്ളിൽ ചൊല്ലി തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനു വേണ്ടി ഏതെങ്കിലും ദിവസങ്ങളിൽ ആ ഒരു ടൈം ഡ്യൂറേഷൻ കുറവായിരിക്കും. അത് ഏതൊക്കെ ദിവസങ്ങളെന്ന് നോക്കിയിട്ട് അങ്ങനെ വരുന്ന 2 ദിവസം